ഇന്നാളൊരു ആശുപത്രിയിൽ ടോർച്ചടിച്ച് തുന്നിക്കിട്ടി. ഞാൻ പറഞ്ഞു സത്യം, ആ ഡോക്ടർക്ക് അവാർഡാണ് കൊടുക്കേണ്ടത്. ഡോക്ടർ കാരണം അവിടെ കറണ്ടില്ലാതെ വരുന്ന സൂപ്രണ്ട് കാണും. സൂപ്രണ്ട് ഉത്തരവാദിയാണ്. ബെഡ് നമ്പർ 4, ബെഡ് നമ്പർ 4F എന്ന് പറയും. ബെഡ് നമ്പർ 4-ൽ തന്നെ എയും ബി ആണ്. അപ്പുറത്ത് കിടക്കുന്ന ഒരാൾ, ഇപ്പുറത്ത് കിടക്കുന്ന ഒരാൾ, പിന്നെ ഫ്ലോർ. മുഖ്യമന്ത്രിയുടെ വണ്ടി വാഹന വിപത്തിൽപ്പെട്ട് ഒന്നും പ്രാവശ്യം അവിടെ ഞാൻ പെടാൻ പോയി. ഇവർ വന്ന് പാഞ്ഞും കയറുകയാണ്. മുഖ്യമന്ത്രി പറയണം എൻ്റെ വണ്ടി ഹോൺ അടിക്കില്ല. ഞാൻ ചലഞ്ചായിട്ട് പറയുക. ഞാൻ പറയുന്നില്ല ഡോക്ടർമാർ ഈ ലോകത്തെ എല്ലാ ഡോക്ടർമാരും നല്ല എന്ന് ഞാൻ പറയുന്നത്. പുഴുക്കുത്തുകൾ ഡോക്ടർ സമൂഹത്തിലുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ആക്രമണമൊക്കെ ഉണ്ടാകുന്ന പാവപ്പെട്ട ഡോക്ടർമാരാണ്. വെറുതെ ലക്ഷ്മി എന്ത് ചെയ്താൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒന്ന് ഫോൺ ചെയ്തു. എത്രയെങ്കിലും സമയം കിട്ടിയ അവർ ഫോൺ എടുക്കും. രോഗം വരുന്നവനാണ് ആശുപത്രി വരുന്നത്. അവൻ എന്താണ് പിക്നിക്കിന് പോകുന്ന ആളാണ്. പൈസ സ്വാധീനം ഇല്ലെങ്കിൽ നാട്ടിൽ ആരോഗ്യമൊന്നും ചോദിച്ചില്ല. ഒരു യാഥാർത്ഥ്യം. ഞാൻ ദിവസവും ഇടപെടുന്നുണ്ട് വരുന്നു. ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ആരോഗ്യത്തിനും രോഗികളുടെ അവകാശത്തിനും വേണ്ടി ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം മാറ്റിവെച്ച വ്യക്തി ഡോക്ടർ SS ലാലാണ് ഇന്ന് അതിഥി. സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ സാറിനെ നമുക്ക് കിട്ടിയൊരു സമയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം ഒരു ക്വസ്റ്റ്യൻ മാർക്കായി നിൽക്കുന്ന ഒരു സമയത്തു കൂടിയാണ്. ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്താണ്. എന്താണ് അതിലൊരു അഭിപ്രായം? അതിൻ്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും? ആരോഗ്യരംഗം ഏറ്റവും നല്ലതെന്ന് ഒരു രാജ്യവുമില്ല. ഇപ്പം ഞാൻ യൂറോപ്പിൽ ജീവിച്ചിട്ടുണ്ട്, സ്വിറ്റ്സർലൻഡിൽ ജീവിച്ചിട്ടുണ്ട്. ആരോഗ്യ സംവിധാനം മെച്ചമാണ്, പക്ഷേ അവിടെ ഇൻഷുറൻസ് വേണം. ഇതിൻ്റെയൊക്കെ ഒരു മിക്സ്, പലതിൻ്റെയും കൂടെ ചേർന്നൊരു മിക്സാണ് ഇന്ത്യയിൽ. പക്ഷേ അതിൻ്റെ പോരായ്മകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ പ്രൈവറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത്, പക്ഷേ നമ്മുടെ നാട്ടിൽ വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് ഇൻഷുറൻസ് ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഒക്കെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലായാലും മറ്റ് മെഡിക്കൽ കോളേജിലായാലും ശ്രീചിത്രയിലൊക്കെ ആയാലും ഹാർട്ട് ഓപ്പറേഷൻ വേണ്ട ഒരുപാട് ഡിലേ ഉണ്ട്. എത്ര വർഷങ്ങൾ കാത്തിരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അവിടെ സ്വാധീനമുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്. മന്ത്രി വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ഓപ്പറേഷൻ നേരത്തെ നടക്കും. അത് യാഥാർത്ഥ്യമാണ്. അത് മോശമല്ല. ജനാധിപത്യത്തിൽ ആ സംവിധാനങ്ങൾ നല്ലതാണ്. പക്ഷേ ഒരു സ്വാധീനവും ഇല്ലെങ്കിൽ ചിലപ്പോൾ അവനൊന്നും നടക്കില്ല. പൈസ ഉണ്ടെങ്കിൽ നല്ല സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ട് നല്ല ചികിത്സ കിട്ടും. പൈസ ഇല്ലാത്തവൻ അവിടെ ഔട്ടായി പോകും. ഇപ്പോൾ പൈസ സ്വാധീനം ഇല്ലെങ്കിൽ നാട്ടിൽ ആരോഗ്യം ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അതൊരു യാഥാർത്ഥ്യം. ഞാൻ ദിവസവും ഇടപെടുന്നുണ്ട് വരുന്നതാണ്. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിൽ ആവശ്യത്തിന് സ്റ്റാഫില്ല. അപ്പോൾ പലയിടത്തും ഈ മരണം സംഭവിച്ചു എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാർഡിയോളജിയിൽ 2-3 ഡോക്ടർമാരൊക്കെ ഒരു ദിവസം കാണും. അവർ നോക്കുന്നത് 700 രോഗികൾ വരെയൊക്കെയാണ്. ഇപ്പോൾ പനിക്കാരാണെങ്കിൽ ഇപ്പോൾ 700 പേരെടുത്ത് സംസാരിച്ച് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയമെടുക്കും. ഞാൻ പറഞ്ഞത് അപ്പോൾ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ കേരളം എല്ലാ നമ്പർ 1 എന്ന് പറഞ്ഞു പോകുമ്പോൾ പിന്നെ പ്രശ്നം നമ്മൾ അംഗീകരിക്കാതെ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ അവഗണിക്കപ്പെട്ട് അവിടെ ഗുരുതരമാണ്. അതാണ് ഹാരിസ് ചിറക്കൽ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒക്കെ അമിത ജോലിഭാരത്തെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ഇതിനൊരു പരിഹാരം, അല്ലെങ്കിൽ ഇപ്പോൾ പല ആളുകളും താൽക്കാലിക ജീവനക്കാരുടെ ചില ഒഴിവുകൾ പരിഹരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ രോഗികൾ കൂടുന്നതിനനുസരിച്ച് ഒക്യുപ്പൻസി കൂടുന്നില്ല, ആശുപത്രികളുടെ ഫെസിലിറ്റീസ് കൂടുന്നില്ല. ഇതിനൊരു റൂട്ട് കോസ് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഒന്നെന്ന് പറഞ്ഞാൽ രോഗികളുടെ എണ്ണം, ജനങ്ങളുടെ എണ്ണം കൂടുന്നു. ജനിച്ചവർ ഒരുപാട് വർഷം ജീവിച്ചിരിക്കുന്നു കേരളം ആയതുകൊണ്ട്. അപ്പോൾ ആയുർദൈർഘ്യം കൂടുതലാണ്. ആയുർദൈർഘ്യം കൂടുമ്പോഴത്തേക്ക് മറ്റ് അസുഖങ്ങൾ വരും. അപ്പോൾ ആവശ്യക്കാർ കൂടുന്നുണ്ട്. അതൊന്നും. പിന്നെ കേരളത്തിൽ ഉയർന്ന ആരോഗ്യ അവബോധമാണ്. നമ്മൾ തലവേദന വന്നാൽ നമ്മൾ പോയി ന്യൂറോളജിസ്റ്റിനെ കാണാൻ നോക്കും. അപ്പോൾ സ്പെഷ്യാലിറ്റി വകുപ്പുകളിലൊക്കെ തിരക്ക് വരും. അതിനൊരു മാറ്റം വന്നത് കൊറോണയുടെ സമയത്താന്ന് തോന്നുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ പുറത്തിറങ്ങാൻ. പക്ഷെ വീണ്ടും തിരിച്ച് ആ റൂട്ടിലേക്ക് വരിക. ഇപ്പോൾ നമ്മൾ ഹാരിസ് അടുത്ത കാലത്ത് പറഞ്ഞു തറയിൽ കിടക്കുന്നവരെ പറ്റി. അതെ, കാര്യം ഈ സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ തറയിൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ രോഗി അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരൻ കിടക്കേണ്ടി വരും എന്നുള്ളത് ഒരു പൊതുബോധമാണ്. ഇപ്പം ഉയർന്നു വന്നൊരു സംഭവം അല്ല അത്. അതെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് 40 കൊല്ലം മുമ്പും അവിടുത്തെ ടോയ്ലറ്റുകൾ മോശമാണ്. പക്ഷേ പാവപ്പെട്ടവർ എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തും. ഇപ്പം നമ്മളൊക്കെ ശീലിക്കുന്ന പോലും വേറെ ടോയ്ലറ്റുകളാണ്. അപ്പം വീട്ടിൽ നല്ല വൃത്തിയായിട്ടിരിക്കുന്നവർ ആശുപത്രി വരുമ്പോൾ മോശം സ്ഥലത്ത് അവർക്ക് പറ്റില്ല. അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതുപോലെ കൂട്ടിരിപ്പുകാരൻ ട്രിപ്പ് പിടിച്ചോണ്ട് നിൽക്കുക, നിന്നിരിക്കാനിടവില്ല. അപ്പോൾ ഇന്നിപ്പോൾ ബെഡ് നമ്പർ 4 ഒരു തമാശയാണ് ആലോചിക്കുകയാണെങ്കിൽ പേരിടുന്നത്. ബെഡ് നമ്പർ 4, ബെഡ് നമ്പർ 4F എന്നും പറയും. ബെഡ് നമ്പർ 4-ൽ തന്നെ എയും ബി ആണ്. അപ്പുറത്ത് കിടക്കുന്ന ഒരാൾ, ഇപ്പുറത്ത് കിടക്കുന്ന ഒരാൾ, പിന്നെ ഫ്ലോറിൽ. അത് മാറേണ്ട കാലം കഴിഞ്ഞു. നമുക്കതിനൊരു ന്യായം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നു, പൈസ ഉള്ളവൻ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്നു. തൊഴിലാളി നേതാവായിരുന്ന അച്യുതാനന്ദൻ മരിക്കുന്നത് ഒരു പ്രൈവറ്റ് ആശുപത്രി കിടന്നാണ്. എല്ലാവരും ജീവിതം കമ്മ്യൂണിസ്റ്റുകാരാണ്, കോൺഗ്രസ്സുകാരായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അസുഖം ഏറ്റവും നല്ല രാജ്യത്ത് പോയി ചികിത്സിക്കുമ്പോൾ പാവപ്പെട്ടവനതില്ലാതെ വരുന്ന മോശമാണ്. അത് പരിഹരിക്കാവുന്ന പ്രശ്നം. ഇതിപ്പോൾ സർക്കാർ ഫണ്ട് അലോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആരോഗ്യരംഗത്തിന് കൂടുതൽ ഫണ്ട് കൊടുക്കണമെന്ന് പറയുമ്പോഴും നമുക്കൊരു സ്വകാര്യ പങ്കാളിത്തം അതിലേക്ക് കൊണ്ടുവന്നാൽ ഈ പ്രശ്നങ്ങൾ കുറേ പരിഹരിക്കാൻ പറ്റുന്നല്ലേ? ആണ്, ഞാനെപ്പോഴും പറഞ്ഞതാണ്. ഇപ്പം നമ്മൾ പാർട്ടി വ്യത്യാസമില്ലാതെ
പ്രൈവറ്റ് ആശുപത്രികൾ എന്ന് പറഞ്ഞ ശത്രുതയോടെ പെരുമാറുന്നത്. എന്നിട്ട് ഇവരെല്ലാം പ്രൈവറ്റ് ആശുപത്രി പോകും. ഇപ്പോൾ എനിക്ക് അടുത്ത കാലത്ത് ഒരു അപകടം ഉണ്ടായി. എൻ്റെ ഒരു ടെൻഡൻ ഇതൊക്കെ ഉണ്ടായി, റപ്ചർ ഉണ്ടായി. എൻ്റെ കൂടെ പഠിച്ചവരാണ് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരെല്ലാം ഓർത്തോ വിഭാഗത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചത്. അത്രയും സ്വാധീനം എനിക്കുണ്ട്. പക്ഷെ എനിക്കവിടെ പോകാൻ പറ്റില്ല. പോകാൻ പല കാരണങ്ങളുണ്ട്. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ബെഡ് 2 പേര് കിടക്കുക, 2 പേരെ ഞാൻ തറയിലാക്കണം. ഞാൻ ഒരാൾ, എനിക്ക് സ്വാധീനമുണ്ട്, പരിചയക്കാരുണ്ട്. അപ്പോൾ 2 ഭാഗങ്ങൾ തറയിലാവും. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ജോലിയുണ്ട്, എനിക്ക് താങ്ങാൻ പറ്റും, എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി കിടന്നിട്ട് പാവപ്പെട്ട ഒരു ബെഡൊക്കെ പോയാൽ പാടും. അപ്പോൾ ഞാൻ പ്രൈവറ്റിൽ പോകണം. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് താങ്ങാൻ പറ്റുന്നവർ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് ആശുപത്രി ഡീകൺജസ്റ്റ് ചെയ്യാൻ പറ്റും, അവിടെ തിരക്ക് കുറയ്ക്കാൻ പറ്റും, അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മന്ത്രിമാർ പ്രൈവറ്റ് പോകുന്നതിന് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ അവർ അതേസമയം പാവപ്പെട്ട പോണ ഗവൺമെൻറ് ആശുപത്രി ശരിയാക്കണം. ഇപ്പോൾ പറ്റിപ്പോണെന്നറിയോ, നമ്മൾ ഗവൺമെൻറ് ആശുപത്രി എല്ലാം ഭേദമാണ്, ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ ജനങ്ങളത് വിശ്വസിക്കും. അവിടെ വരുമ്പോഴത്തേക്ക് നിലത്ത് കിടക്കേണ്ടി വരും. ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് വിഷമമുള്ള അനുഭവമുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ, അച്ഛൻ മരിച്ചുവെങ്കിൽ അമ്മാവൻ ജീവിച്ചിരിക്കുകയാണ്, 84 വയസ്സുണ്ട്. ഒരു 3-4 മാസം മുമ്പ് സ്ട്രോക്ക് സംശയം വന്നപ്പോൾ ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ വരാൻ പറഞ്ഞു. നമുക്ക് നല്ല ഡോക്ടർമാരുണ്ട്, പരിചയക്കാരുണ്ട്. സൂപ്പറിനെ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു, നോക്കിക്കോളല്ല എന്ന് പറഞ്ഞു. കൊണ്ടുവന്നിട്ട് എനിക്ക് ഫോൺ ചെയ്യും. അപ്പോൾ ഞാൻ വേറെ രാജ്യത്താണ്. എൻ്റെ ഫോണിൽ ഒരു റോമിംഗ് ഫോണും കൂടെയാണ്. അതിൽ വിളിച്ചിട്ട് പറയുന്നത് തറയിലാണ് മോനെ. അപ്പം ഞാൻ വിളിക്കുമ്പോഴത്തെ ആരും കിട്ടില്ല. 86 സ്ട്രോക്കായിട്ട്, 84 സ്ട്രോക്ക് വന്ന 84 തിരുവനന്തപുരം എൻ്റെ അച്ഛൻ്റെ അമ്മാവനെ. അപ്പം ഞാൻ കടം കഥയോ കേട്ട കഥയോ അല്ല പറയുന്നത്, എൻ്റെ അനുഭവം പറയുന്നത്. പിന്നെ ഞാൻ ഇടപെട്ട് ഇവരെ ടാക്സിയിലേക്ക് കൊണ്ടുപോയിട്ട്, സ്ട്രോക്ക് വന്ന മനുഷ്യനാണെന്ന് ആലോചിച്ചോളൂ, സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ എനിക്ക് സ്വാധീനമുള്ള ആശുപത്രിയാണ്, പരിചയക്കാർ ഡോക്ടർമാരാണ്, പക്ഷേ അവിടെ സിസ്റ്റം വേറെയാണ്. അപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലെത്തി പിറ്റേ ദിവസം. ഞാൻ കൊണ്ട് അവിടുത്തെ 25,000 രൂപ അടച്ചിട്ട് ചികിത്സ തുടർന്നു. എൻ്റെ അനുഭവമാണ് പറയുന്നത്. ആ 25,000 രൂപ അവരുടെ കയ്യിലില്ല. ഇത് അടച്ചില്ലെങ്കിൽ ചികിത്സ മുന്നോട്ട് പോകില്ല. അങ്ങനെയാണ് പ്രൈവറ്റ് ആശുപത്രികൾ. കാരണം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പിന്നെ അടയ്ക്കാമെന്നൊക്കെ പറയും. ചികിത്സ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ, ബില്ലടയ്ക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരികയും. ഒരു റിയാലിറ്റിയാണ്. നമ്മൾ ഈ സർക്കാർ അനുവദിക്കുന്ന, അല്ലെങ്കിൽ MLA ഫണ്ട്, MP ഫണ്ട്, ഇതിൽ നിന്നൊക്കെ അനുവദിക്കുന്ന ഫെസിലിറ്റീസ് ഉണ്ട് ഓരോ ആശുപത്രികൾക്കാണെങ്കിലും ഓരോ സംവിധാനങ്ങൾക്കാണെങ്കിലും. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പം ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു ഹോസ്പിറ്റൽ എനിക്ക് തോന്നുന്നു പുനലൂർ താലൂക്ക് ആശുപത്രിയാണ്. അവിടെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതാണെങ്കിലും എല്ലാം അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ളത് ഉദ്ഘാടനം ചെയ്യും പോകും, പിന്നെ അത് മാനേജ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അങ്ങനെയും ഈ അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ട് പാഴായി പോകുന്നുണ്ട് പലയിടത്തും. ലക്ഷ്മി, അത് വീണ്ടും ഒരു നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്? പലതിന് ആനുവൽ മെയിൻ്റനൻസ് ഇല്ല. കോടികൾ കൊടുത്തത് വാങ്ങിക്കും. ആശുപത്രികളിൽ മെഡിക്കൽ കോളേജുകളിലൊക്കെ വലിയ CT സ്കാൻ, വലിയ മെഷീനുകൾ വർക്ക് ചെയ്യാൻ കിടക്കുന്നു, കേടായി കിടക്കുന്നു പറയുന്നത് എല്ലാം അല്ല, പലയിടത്തും ഇത് മെയിൻ്റനൻസ്. നമ്മളൊരു നമ്മൾ വില കൂടിയൊരു ഉപകരണം വീട്ടിലൊരെണ്ണം വാങ്ങിച്ചു, നമ്മൾ വാറണ്ടി കുറയില്ലേ, ഫ്രിഡ്ജ് ഒരെണ്ണം കൂടിയ വാങ്ങിച്ചു, അല്ലെങ്കിൽ വേറെ സാധനം, അല്ലെങ്കിൽ അവൻ സർവീസ് ചെയ്യും വന്നിട്ട്. അപ്പോൾ ഇതിനൊക്കെ വലിയ പലപ്പോഴൊക്കെ അത് ഒഴിവായി പോകും, അല്ലെങ്കിൽ വിദേശ കമ്പനികളായിരിക്കും. അപ്പോൾ കൂടിയ സാധനം കൊണ്ടുവച്ച് മന്ത്രിമാരെല്ലാം കൂടെ ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ടു 4ൻ്റെ അന്നത് കേടായിപ്പോവും, പരിഹരിക്കാൻ പറ്റാൻ കിടന്നു. അപ്പോൾ അവിടെ നേരത്തെ ലക്ഷ്മി പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഞങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുന്നതാണ്, എന്തിനാണ് ഈ സർക്കാർ ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രമേ MRI സ്കാനും CT സ്കാനൊക്കെ വാങ്ങിക്കുന്നത്? പ്രൈവറ്റ് ഇരിക്കട്ടെ. പ്രൈവറ്റ് അതിനോട് പറയണം, നീ ഇവിടെ കൊണ്ടുവച്ചോ, പക്ഷെ ഞാൻ പറഞ്ഞ റേറ്റ് ചെയ്യണം, ഒരു റെഗുലേഷൻ വെക്കണം. ഇപ്പോൾ അതല്ലേ പറഞ്ഞു, നമ്മൾ സർക്കാരിൻ്റെ റോഡിൽ കൂടെയാണ് KSRTC ബസ് ഓടുന്നത്, പ്രൈവറ്റ് ബസ് ഓടുന്നത്. അതിനാവും പ്രത്യേക റോഡ് ഉണ്ടാക്കിയിട്ടില്ല. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ സ്കാനുണ്ട്, നീയും കൊണ്ട് വയ്ക്കുക. അപ്പോൾ അവർ എഫിഷ്യൻ്റായിട്ട് ചെയ്തോളൂ. അപ്പോൾ അവർക്ക് എന്തായാലും ലാഭം കിട്ടും, എന്നാലേ കൊണ്ടുവയ്ക്കുള്ളൂ. പക്ഷേ റേറ്റ് കുറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇവർ ഇരട്ടി പൈസ വാങ്ങുന്ന ഒഴിവാക്കിക്കാനും പറ്റും, ജനങ്ങളുടെ പൈസ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് റെഗുലേഷൻസ്, ഇടപെടൽ ഗവൺമെൻറ് വേണം. ഗവൺമെൻറ് എല്ലാം പരിഹരിക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ KSRTC പ്രശ്നം മുഴുവൻ പരിഹരിക്കില്ലേ? ലാഭത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്, കാരണം സർവീസിന് ലാഭം പ്രതീക്ഷിക്കേണ്ട, ഗവൺമെൻറ് കൊടുക്കേണ്ടതാണ്. പക്ഷേ ചെറിയ റോഡുകളിൽ ബസ് കയറില്ലല്ലോ, പക്ഷേ ഓട്ടോറിക്ഷ പോകും. ഓട്ടോറിക്ഷ ഭാഗികമായിട്ടാലും ഗവൺമെൻറ്റാണ്, കാരണം ഗവൺമെൻറ്റാണ് പെർമിറ്റ് കൊടുക്കുന്നത്, ഗവൺമെൻറ്റാണ് റേറ്റ് തീരുമാനിക്കുന്നത്. ഈ ഒരു സങ്കല്പം ആരോഗ്യരംഗത്തും വരണം. അത് പറയുമ്പോൾ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ അങ്ങനെ, എന്നാൽ പിന്നെ നിങ്ങൾ ഗവൺമെൻറ് കൊടുക്കാൻ പറ്റും. 70% ജനങ്ങളും പോകുന്ന സ്വകാര്യ മേഖലയാണ്. ലക്ഷ്മി ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഗവൺമെൻറ് പറയുന്ന എല്ലാം ശരിയാക്കിയത്, പക്ഷേ 70% ആൾക്കാരും ആരോഗ്യമന്ത്രിമാരും പോകുന്നത് പ്രൈവറ്റ് ആശുപത്രികളിലാണ്.
അപ്പോൾ ബാക്കി വരുന്ന 30% മാനേജ് ചെയ്യാനായിട്ട് എഫിഷ്യൻസി ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഡോക്ടർമാർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ രോഗിയുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ അടുത്തൊരു കുട്ടി മരിച്ചതിൻ്റെ പേരിൽ അച്ഛൻ ഡോക്ടറെ ആക്രമിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി. ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അമിത ജോലിഭാരം, എല്ലാ രോഗികളെയും ഒരുപോലെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല, ചില സമയങ്ങളിൽ രോഗം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ സിസ്റ്റത്തിൻ്റെ ഒരു പരാജയം തന്നെ. സിസ്റ്റത്തിൻ്റെ പരാജയമാണ്. ഇപ്പോൾ ഞാൻ പറയുന്നില്ല ഡോക്ടർമാർ ഈ ലോകത്ത് എല്ലാ ഡോക്ടർമാരും നല്ലതെന്ന് ഞാൻ പറയുന്നില്ല. പുഴുക്കുത്തുകൾ ഡോക്ടർ സമൂഹത്തിലുമുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ആക്രമണമൊക്കെ ഉണ്ടാകുന്ന പാവപ്പെട്ട ഡോക്ടർമാരുടെ മണ്ടയിലാണ്. കാരണം ഇവർ ഡോക്ടർമാർക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നല്ല ശമ്പളം കിട്ടും, വിദേശങ്ങളിൽ പോയാൽ നല്ല ശമ്പളം കിട്ടും. അപ്പോൾ നാട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ച് സർക്കാർ ജോലി ചെയ്യുന്നവരാണ് അവിടെ നിൽക്കുന്നത്. സർക്കാർ ശമ്പളം വളരെ അട്രാക്റ്റീവ് ഒന്നുമല്ല, പ്രത്യേകിച്ച് തുടക്കക്കാർക്ക്. അപ്പോൾ എല്ലാ പ്രലോഭനങ്ങളെയും വേണ്ടെന്ന് വെച്ചിട്ട് സർക്കാർ ആശുപത്രി വർക്ക് ചെയ്യുന്ന അവനാണ് തല്ല് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പലപ്പോഴും ചികിത്സ താമസിക്കുന്നതുകൊണ്ടും ആ സിസ്റ്റത്തിൻ്റെ തകരാറാണ്. വെറുതെ ലക്ഷ്മി എന്ത് ചെയ്താൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒന്ന് ഫോൺ ചെയ്ത് നോക്കും, എത്രയെങ്കിലും സമയം കിട്ടിയാൽ അവർ ഫോൺ എടുക്കുകയുള്ളൂ. എടുത്താൽ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ ഒരു രോഗിയുടെ വിവരം ചോദിക്കുന്നത് എങ്ങനെയാണ്? ഒരു രോഗിയുടെ ഞാൻ ഡോക്ടറായിട്ട് എപ്പോഴും വിളിക്കേണ്ടി വരും, പൊതുപ്രവർത്തനങ്ങളുടെ ആയിട്ട്. ഇത് അഥവാ കിട്ടിക്കഴിഞ്ഞാൽ വാർഡിലോട്ട് വല്ലതും കണക്ട് കഴിഞ്ഞാൽ വാർഡിലേക്ക് യുദ്ധം കണക്കിടുന്ന ഓടുന്ന മനുഷ്യൻ എപ്പോഴും ഫോൺ എടുത്ത ഒരാളുടെ കാര്യം പറയാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് രോഗം വരുന്നവനാണ് ആശുപത്രി വരുന്നത്, അല്ലെങ്കിൽ രോഗിയെ കൊണ്ടുവരുന്നവനാണ് അവൻ. എന്താണ് പിക്നിക്കിന് പോകുന്ന ആളല്ല. നമ്മൾ ഇഷ്ടപ്പെടാത്ത സ്ഥലമാണ്. ഡോക്ടർമാർക്ക് ഇഷ്ടമാണ്, കാരണം അവരുടെ തൊഴിൽ സ്ഥലമാണ്. പക്ഷെ മറ്റൊരാൾ ആശുപത്രി പോകാൻ ആഗ്രഹിക്കുന്നേ ഇല്ല, അല്ലെങ്കിൽ സന്ദർശനത്തിന് പോകും. നമ്മൾ രോഗിയായിട്ട് ആശുപത്രി പോകാൻ നമ്മൾ ആർക്കും ഇഷ്ടമില്ല, കാരണം ആർക്കും രോഗിയാകാൻ ഇഷ്ടമില്ല. അപ്പോൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരാൾ രോഗമായിട്ട് വരികയാണ്. അപ്പോൾ ഏറ്റവും അടുത്ത ഭർത്താവിന് അസുഖം മുതൽ ഭാര്യയ്ക്ക് അസുഖം മുതൽ കുഞ്ഞിന് അസുഖം, മാനസികാവസ്ഥ വളരെ വ്യത്യസ്തമായിരിക്കും. പിന്നെ ഈ ചിലവ്, അസൗകര്യങ്ങൾ, ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വേറെ സ്ഥലത്ത് ജോലിക്ക് പോകുന്നവർക്കാണ് കുടുംബത്തിൽ. അപ്പോൾ ആശുപത്രി വരുന്നവൻ്റെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അവൻ ഏറ്റവും അസ്വസ്ഥനായിരിക്കും. അതുകൊണ്ട് ആരെ അടിക്കാൻ അവന് അവകാശമില്ല. പക്ഷെ അവനോട് ആ ഒരു മൃദു സമീപനം, മനുഷ്യത്വപരമായ സമീപനം കൊടുക്കാൻ നമ്മൾ ആശുപത്രികൾ പരിശീലിപ്പിക്കുന്നു, ഡോക്ടർമാർക്കായാലും നഴ്സുമാർക്കായാലും. പക്ഷെ നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 രോഗിയെ പരമാവധി നോക്കുന്നു, 300 രോഗിയെ നോക്കിയിട്ട് നിൽക്കുമ്പോഴാണ് ഈ തിരക്ക്. അതിൻ്റെ ചിലപ്പോൾ സാധനങ്ങൾ കാണില്ല, ഉപകരണം കാണില്ല, അല്ലേ കാലൊടിഞ്ഞ് ഓപ്പറേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം, അകത്തൊരു കമ്പി ഇടണം. ഈ കമ്പി ആശുപത്രി കാണില്ല, അവനോട് വാങ്ങിച്ചിട്ട് വരാൻ പറയും. വാങ്ങിച്ചിട്ട് വരാൻ പറയുമ്പോൾ പാവപ്പെട്ട തൊഴിലാളിയായിരിക്കും, അവൻ്റെ പൈസ അവൻ ഡോക്ടർ ചീത്ത പറയും. അപ്പോൾ ഈ വളരെ സംഘർഷഭരിതമാണ് ഈ വലിയ ആശുപത്രികളിൽ, പ്രത്യേകിച്ച് അത്യാഹിത വിഭാഗങ്ങളൊക്കെ ഉള്ള ആശുപത്രികളിൽ. നമുക്ക് പുറത്തു നിന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ്. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഡോക്ടറും നഴ്സും എല്ലാ സമ്മർദ്ദത്തിലാണ്. സമ്മർദ്ദത്തിൻ്റെ പ്രധാന കാരണം ചികിത്സാ സൗകര്യങ്ങളില്ലാത്തതും, ചികിത്സിക്കാൻ ആവശ്യത്തിന് സ്ഥലമില്ലാത്തതും, ചികിത്സിക്കാൻ ആവശ്യത്തിന് ഡോക്ടറും നഴ്സും ഇല്ലാത്തതാണ്. കാരണം എല്ലാ ആശുപത്രിയിലോട്ട് ചിലവായി കഴിഞ്ഞാൽ സ്കൂളും പാലവും ഒക്കത്തിന് പൈസ ഇല്ലാതെ വരും. ഇപ്പോൾ കിട്ടുന്ന 5% എന്നുള്ളൊരു 10% ഉയർത്തിയാൽ തന്നെ കാര്യങ്ങൾ ഒരുപാട് വ്യത്യാസം വരും. എൻ്റെ ഇത്ര രൂപ വന്നിട്ട് 5 ഡോക്ടർ നിയമിക്കാനുള്ള പൈസ വന്നിട്ട് 25 പേർക്ക് ആവശ്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഇത് ഗവൺമെൻറ് മൊത്തത്തിലൊരു ഉത്തരവാദിത്തമാണ്. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചേർന്ന് തീരുമാനിക്കേണ്ടതാണ് ബജറ്റിൽ കൂടുതൽ ആരോഗ്യത്തിന് കൂടുതൽ വക. പേവിഷബാധ വന്ന് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളും മനുഷ്യരും മരിക്കുന്ന കാര്യം, വാക്സിൻ എടുത്തവർ മരിക്കുന്നത്, അതുപോലൊരു നാണക്കേടില്ല ഒരു സിസ്റ്റത്തിന്. പേവിഷബാധ കൊണ്ട് മരണപ്പെടുന്ന അപൂർവ സംഭവങ്ങളാണ്. പേവിഷബാധയുടെ കാര്യത്തിൽ നമ്മുടേതായ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ജനങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ പട്ടി കടിച്ചാൽ ചിലപ്പോൾ ആൾക്ക് അറിവുണ്ടാകണമെന്നില്ല, ആശുപത്രി പോകാത്തവരുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വികസിച്ച നാടുകളിൽ ജീവിക്കുമ്പോൾ അറിയാം, ഒരു സ്ട്രേ ഡോഗിനെ കാണാൻ പറ്റില്ല. ഞങ്ങളുടെ വീട്ടിൽ പട്ടി ഇടയ്ക്ക് ചാടി ഓടിക്കളയും. പക്ഷെ നാട്ടുകാർ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ ഫോളോ, അല്ലെങ്കിൽ അതിന് സംവിധാനമുണ്ട്, പിടിച്ച് നമ്മളെടുത്ത് കൊണ്ടുവരും. അപ്പോൾ ലൈസൻസ് ഇല്ലാത്തൊരു പട്ടിയുടെ ടാഗുണ്ട് ഏത് വീട്ടിലെ ഉള്ളതാണ്. തെരുവുനായ്ക്കൾ കഷ്ടം, അവരുടെ കാര്യം കഷ്ടമാണ്. ഒരു തെരുവുനായ സ്വയം ഉണ്ടാകുന്നില്ല, നമ്മളാരോ വളർത്തിയിട്ട് വഴി കളഞ്ഞപ്പോഴാണ്. എനിക്കറിയാം, ഈ പവർ കട്ട് സമയത്ത് ആശുപത്രിയിൽ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്ന വാക്സിൻ്റെയൊക്കെ വീര്യം കുറയും. ചിലപ്പോൾ 2 ദിവസം കറണ്ട് ഉണ്ടാവില്ല, ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആവും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം അപൂർവമായിട്ട്. പേവിഷബാധ ഇപ്പം റീസെൻ്റായിട്ടൊരു കുട്ടി, ചെറിയ കുട്ടിയാണ്, വാക്സിൻ എടുത്ത ശേഷം ഇപ്പോൾ അതിൻ്റെ അമ്മ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിക്കുന്നുണ്ട്. കാര്യം പേവിഷബാധ ഏറ്റവും മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ക്രൂരമായൊരു മരണമായിരിക്കും. ഒരു മനുഷ്യൻ വെള്ളം പോലും കുടിക്കാനാവാതെ മരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം ആശുപത്രികളിൽ 2 ദിവസമൊക്കെ കറണ്ട് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം പറഞ്ഞു. അങ്ങനെ വരാൻ പാടില്ലല്ലോ. പാടില്ല, അതാണ് ഞാൻ പറയുന്നത്. മാനേജ്മെൻറ്റ് പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ അക്കൗണ്ടബിളാണ്. ഇന്നാളൊരു ആശുപത്രിയിൽ വലിയ വാർത്തയായിട്ട് ടെലിവിഷൻകാർ എന്നെ വിളിച്ചു. എന്ന് പറഞ്ഞാൽ ടോർച്ചടിച്ച് തുന്നിക്കിട്ടി. ഞാൻ പറഞ്ഞു സത്യം, ആ ഡോക്ടർക്ക് അവാർഡാണ് കൊടുക്കേണ്ടത്. ഡോക്ടർ, കാരണം അവിടെ കറണ്ടില്ലാതെ വരുന്ന സൂപ്രണ്ട് കാണും. അപ്പോൾ സൂപ്രണ്ട് ഉത്തരവാദിയാണ്. കാഷ്വാലിറ്റി നിൽക്കുന്ന ഡോക്ടർ ഒരു മുറിവായിട്ട് വന്നപ്പോഴത്തേക്ക്
ഇവിടെ സൗകര്യമില്ല, കറണ്ടില്ല എന്ന് പറയുന്നതിന് അയാൾ ടോർച്ചും എല്ലാം കൂടെ വെച്ചിട്ട് അയാൾ ആ കുട്ടിക്ക് തുന്നലിടുകയാണ്. പക്ഷേ ആരോ ഒരാൾ ഉത്തരവാദിയുണ്ട്. ആശുപത്രിയിൽ കറണ്ട്, വലിയൊരു ആശുപത്രിയിൽ കറണ്ട് പോകുന്നെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. ആശുപത്രിയിൽ കറണ്ട് പോകാൻ പാടില്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ കറണ്ട് പോകാൻ പാടില്ല. ഞാൻ പറയാം, അതാണ് ഈ അക്കൗണ്ടബിലിറ്റിയെ പറ്റി പറഞ്ഞതാണ്. നമ്മുടെ ഇപ്പം ഞാനും ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്തിട്ടുള്ള ഡോക്ടറാണ്. എൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് എന്നെ അസസ് ചെയ്തിട്ടേ ഇല്ല. എന്നെ അസസ് ചെയ്ത് ഞാൻ പഴയ മെഡിക്കൽ സമരം നടത്തിക്കൊണ്ട് ആ മന്ത്രി ദേഷ്യമുണ്ട് എന്നെ ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിട്ടിട്ട് രോഗാരോഗ്യ സംഘടനയിൽ പോകുന്നത്. ആരോഗ്യവകുപ്പ് ഉപേക്ഷിക്കാൻ തന്നെ കാരണം അതിന് വലിയ രാഷ്ട്രീയമാണ്. ഹായസ് ഡോക്ടർ പോലും നടപടികളിൽ നിന്ന് ഒരുപക്ഷെ മാറ്റി നിർത്തപ്പെടുന്നത് മാധ്യമങ്ങളുടെ ഒരു ഇടപെടലായിരിക്കാം. ഇത്രയധികം മാധ്യമങ്ങൾ ഉത്തരവാദിത്തോടെ ഇടപെട്ടൊരു വിഷയം എനിക്ക് വേറെ അറിഞ്ഞൂടാ അടുത്ത കാലത്ത്. അതുകൊണ്ടാണ് അല്ലെ അയാൾ പാർട്ടിക്കാരനാണ്, പാർട്ടി ബന്ധങ്ങളുണ്ട്, അത് മറുവശത്ത് കൂടി. പക്ഷേ അയാളെ തെറിപ്പിച്ച് കളഞ്ഞ് ഈ നിവൃത്തിയില്ലാതെ പറയാൻ വെമ്പി നിൽക്കുന്ന ഒരുപാട് ഹാരിസുമാരുണ്ട്. ആയിരക്കണക്കിന് ഹാരിസുമാർ ആരോഗ്യവകുപ്പിലും മെഡിക്കൽ കോളേജ് വകുപ്പിലും ഡോക്ടർമാരായിട്ടും നഴ്സുമാരായിട്ടും ലിഫ്റ്റ് ഓപ്പറേറ്റർമാരായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. പേടിച്ച് പറയാത്ത റോഡ് അപകടങ്ങൾ, കേരളത്തിലെ റോഡ് അപകടങ്ങളിൽ മരണസംഖ്യ കുറയ്ക്കുന്നതിന് വളരെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തിയ ആളുകൂടിയാണ് താങ്കൾ. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് ജീവിച്ച ആളുകൾ നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് സീബ്ര ക്രോസിന് മുമ്പിൽ വണ്ടി നിർത്തി കൊടുക്കുന്നത്. ഇത് മൊത്തത്തിൽ മാറേണ്ടതാണ്. ഇപ്പം ഞാൻ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ചിലടത്ത് ഡൽഹിയൊക്കെ ഇതിനേക്കാൾ മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഹോൺ അടിച്ചുകൊണ്ട് വീട് ഇറങ്ങുമ്പോൾ ഹോൺ ചെയ്യുകയാണ്, പരസ്പരം തെരുവിളിയും ഒക്കെയുണ്ട്. കംബോഡിയ എന്ന് പറയുന്നത് ദരിദ്ര രാജ്യമാണ്, അവർ ഇതിനേക്കാൾ വലിയ തിരക്കുണ്ട്, ആരും ഹോൺ അടിക്കില്ല. ചെറുതായി എത്യോപ്യ നമ്മളെക്കാൾ ദരിദ്ര രാജ്യമാണ്, ഹോൺ അടിക്കില്ല. ഹോൺ അടിച്ചു കഴിഞ്ഞാൽ എന്തും. ഇന്തോനേഷ്യ, ജക്കാർത്തയാണ് ലോകത്തെ ഏറ്റവും മോശം ട്രാഫിക് ജാം എന്ന് പറയുന്നത്, ലോകത്തെ ഏറ്റവും മോശം. നമ്മൾ ജക്കാർത്തയിൽ പോകുമ്പോഴേ നേരത്തെ ആദ്യത്തെ പ്രാവശ്യം പോകുന്നതുകൊണ്ട് പറഞ്ഞു വിടും. അപ്പോൾ പെഡസ്ട്രിയന് ഏറ്റവും വലിയ അവകാശമാണ്. വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ച് കഴിഞ്ഞാൽ ഉള്ള കേസിനേക്കാൾ പ്രശ്നമാണ് ഒരു വഴിയാത്രക്കാരനോ സൈക്ലിസ്റ്റിനെ അടിച്ച് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ലൈസൻസും പോകും. ആ കൾച്ചർ നമ്മൾ ഉണ്ടാക്കണം. പക്ഷെ നമ്മുടെ അവിടെ പരാത്തതിൻ്റെ തുടക്കം തൊട്ടേ വേണം. കാരണം ഏറ്റവും മോശം ഹോൺ ഉപയോഗിക്കുന്നത് മന്ത്രിമാരുടെ വെഹിക്കിളുകളും പോലീസ് വെഹിക്കിൾസുമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ ഡിസ്പ്ലഷ് ഞാൻ റോഡിൽ നിന്ന് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തോ ഈ കാണിക്കുന്നത്. ബാക്കിയുള്ളവരെ ഹോണിനെ നിയന്ത്രിക്കുന്ന പോലീസുകാരും മന്ത്രിമാരെ വണ്ടിയൊക്കെ ഒരു ഹോൺ അടിച്ച് ബേളം വെച്ച മന്ത്രി. അപ്പോൾ അവിടെ തുടങ്ങണം. മുഖ്യമന്ത്രി പറയണം എൻ്റെ വണ്ടി ഹോൺ അടിക്കില്ല. ഞാൻ ചലഞ്ചായിട്ട് പറയുകയാണ്. മുഖ്യമന്ത്രി പറയണം ശബ്ദ മലിനീകരണമുണ്ട് നാട്ടിൽ, എൻ്റെ കാറ് ഹോൺ അടിക്കില്ല. എൻ്റെ കൂടെയുള്ള എത്രയോ വണ്ടികളുണ്ട്, അല്ല ഹോൺ അടിക്കാൻ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കണം. എന്നിട്ട് പറയണം നിങ്ങളാരും ഹോൺ അടിക്കരുത്. നിങ്ങൾ എൻ്റെ വണ്ടി ഒരു പെഡസ്ട്രിയനെ കണ്ടു കഴിഞ്ഞാൽ നിർത്തി കൊടുക്കുക. എൻ്റെ മുഖ്യമന്ത്രിയുടെ വണ്ടി വാഹന വ്യൂഹത്തിൽപ്പെട്ട് ഒന്നും പ്രാവശ്യം അവിടെ ഞാൻ പെടാൻ പോയി. ഇവർ വന്ന് പാഞ്ഞും കയറുകയാണ് മുൻപിൽ പോലീസുകാർ. അപ്പോൾ എത്ര പേര് അതുപോലെ ബുദ്ധിമുട്ടുണ്ടാവും. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പറയണം എൻ്റെ വണ്ടി സ്പീഡ് പാഞ്ഞു പോകില്ല, ഇത് ലൈറ്റ് വരെ ഓഫ് ചെയ്ത് കൊടുക്കും സിഗ്നൽസ്. അപ്പോൾ അത് അവിടെ തീരുമാനം പറയണം. എന്നിട്ട് എല്ലാവരും പറയണം നിങ്ങളാരും ഒരു പരിധി കഴിഞ്ഞ് പോയി അകത്തിൽ ഓടിക്കരുത്. ഞാൻ ആദ്യകാലത്തെ പല ഡ്രൈവറോട് പതുക്കെ ഓടിക്കുന്നവർ സാർ ഇവിടെ ക്യാമറ ഇല്ലെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ എനിക്ക് ക്യാമറ ഇല്ല, പക്ഷേ ഇത്രയും സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അപകടമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പം വേഗത്തിൽ ഓടിക്കുന്ന DGPയോ IGയോ അവരെല്ലാം പറയണം ഞാൻ പതുക്കെ ഓടിക്കുള്ളൂ. എന്നിട്ട് ആളിനോട് പറയണം പതുക്കെ ഓടിക്കാൻ. അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് മയക്കുമരുന്ന് ഉപയോഗവും. അതും റോഡിലെ പെരുമാറ്റം. ഇപ്പം ഇതിൻ്റെയൊക്കെ കടത്ത് സംഘങ്ങളുണ്ടാവാം, ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവാം. സ്വബോധത്തോടെയല്ല പലരും റോഡ് കൈകാര്യം ചെയ്യുന്നത്. അതും ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ആദ്യകാലത്ത് വിശ്വസിച്ചില്ല. പക്ഷേ ഞാൻ പലയിടത്തു നിന്നും അനുഭവമൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് മദ്യപാനമൊക്കെയാണ് കഴിച്ചത് നാറുകയും ചെയ്യും. സ്കൂൾ കുട്ടികളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നത് കേൾക്കുന്നത് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അവൈലബിലിറ്റി പ്രശ്നമുണ്ട്, നിയമത്തിൻ്റെ പ്രശ്നമുണ്ട്, ഈ രംഗത്തതില്ല. പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്. നമ്മൾ മദ്യം വിൽക്കുന്ന സംസ്ഥാനമാണ്, പുകയിൽ വിൽക്കുന്ന സംസ്ഥാനമാണ്. ആലോചിച്ച് നോക്കണം. അല്ലെങ്കിൽ രാജ്യമാണ്. പിന്നെ ഒരു സ്കൂളിൽ മാതൃകയാകേണ്ട അധ്യാപകർ മാറി പുക വലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കള്ളടിച്ച് കോളേജ് വരുന്നുണ്ട്. ഞാൻ പറയാം അവിടെയാണ് പെർഫോമൻസ് അസസ്മെൻറ്റ്. റോഡിൽ പോകുമ്പോഴത്തേക്ക് ആക്സിഡൻ്റ് ആയ മദ്യം ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അവനെ പരീക്ഷ ചെയ്യുന്ന പോലെ സ്കൂളിൽ അധ്യാപകൻ മദ്യപിച്ചിട്ട് വരികയാണെങ്കിൽ അയാൾ ജോലിയിൽ തുടരാൻ അർഹനല്ല. സ്കൂളിൽ നിന്ന് പുകവലിക്കുകയാണ് അർഹനല്ല. അപ്പോൾ ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് നമ്മളതുകൊണ്ടല്ലേ സിനിമയിൽ ദേഷ്യം വന്ന നായകൻ വില്ലനെ ഇടിച്ച് കൊന്നു കളയുകയാണ്. ഇതാണ് കോളേജ് പറ്റുന്നത്. ആരോഗ്യ സംവിധാനത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ആശാവർക്കർമാരാണെന്ന് പറയാം. അവർ നിത്യവൃത്തിക്ക് വകയില്ലാതെ കഴിയുക. ആശാവർക്കർമാരുടെ പ്രവർത്തനം മുടങ്ങുമ്പോൾ ജനങ്ങളാണ് നേരിട്ട് ബാധിക്കുന്നത്. അമ്മയ്ക്കറിയാവോ ആശാവർക്കർമാരായതുകൊണ്ട് പ്രസവം ക്യാൻസൽ ചെയ്യാൻ പറ്റും, ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ക്യാൻസൽ ചെയ്യാം, ഗർഭമുണ്ടായിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. കുഞ്ഞിന് വിചാരിക്കാൻ പറ്റുമോ ആശാവർക്കർമാർ സമരമാണ് സഹിക്കാമെന്ന് ചോദിക്കും. കുഞ്ഞിന് പോഷകം കിട്ടണ്ടേ. അപ്പോൾ അതിനകത്തൊരു ക്രിമിനൽ കുറ്റമുണ്ട് അതിനകത്ത്.
ആശാവർക്കർമാരെ കൊണ്ട് സമരം ചെയ്യാതിരിക്കാതിരിക്കണ്ടോ. ഇപ്പോൾ 100% അല്ലെങ്കിൽ 1-ാം സ്ഥാനം എന്ന് പറയും. ചിലപ്പോൾ ഈ ആശാവർക്കർമാരെ സമരം കൊണ്ടുണ്ടായ ദോഷം ചിലപ്പോൾ അറിയുന്നതിൽ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. സാറിൻ്റെ പ്രൊഫൈലിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ കാണുന്നത് കൂടുതലും PhD പ്രബന്ധങ്ങൾ, ഒരുപാട് എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ് കിട്ടിയ ആളാണ്. ഇത്രയധികം തിരക്കിനിടയിൽ എങ്ങനെയാണ് ഈ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയത്? ഞാൻ ഒരു പക്ഷേ തിരിച്ചു പറയും, ഞാനിതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് തിരക്കായത്. ചിലരൊന്നും ചെയ്യാതിരിക്കുന്നവരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ ഒരു അമാനുഷ്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ചെയ്ത കാര്യങ്ങൾ എനിക്കറിയാം. നമുക്ക് പറ്റുന്നത് ഏക്കാവും, ഏറ്റാ ചെയ്യണം. അപ്പോൾ എനിക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ പലയിടത്തുമൊക്കെ എനിക്ക് ചില സ്ഥാനങ്ങൾ വരും. ഞാൻ പറഞ്ഞു എന്നെ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം എന്നെ കൊണ്ട് ഏക്കാൻ പറ്റാത്ത, ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ അതാണ് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു കോൺട്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു പൊളിറ്റീഷ്യനാണ്, അതേ സമയത്ത് തന്നെ ഒരു ബ്രില്യൻ്റായ സ്റ്റുഡൻറ്റുമാണ്. ഈ രാഷ്ട്രീയം ഉണ്ടായത് കൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പകപോക്കൽ കൊണ്ടാണോ കേരളം വിട്ട് ഇവനിൽ? അത് യാഥാർത്ഥ്യമാണ്. അത് പഴയ പത്രവാർത്തകളൊക്കെ ഇപ്പോഴും ഞാനത് ഇലക്ഷൻ പോലും ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ അത് പറയുകയാണെങ്കിൽ ഒരു ആരോഗ്യമന്ത്രി 88 ഞാനൊരു 40 ദിവസം നീണ്ടൊരു മെഡിക്കൽ സമരം ചെയ്തു. ഞാനല്ല, മെഡിക്കൽ സമൂഹം എന്നെ കൊണ്ട് ചെയ്യിച്ചു. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെയർമാൻ ഞാനായിരുന്നു. കേരള മെഡിക്കോസിൻ്റെ സെക്രട്ടറി ഞാൻ. വിദ്യാർത്ഥികൾ വെച്ച സമരം നടക്കുള്ളൂ. അധ്യാപകർ പറഞ്ഞ് ജയിച്ച സമരമാണ്. പക്ഷെ ആ സമരം വിജയിച്ചു. 40 ദിവസം നീണ്ടെങ്കിൽ ആ സമരം വിജയിച്ചു. പക്ഷേ ഈ മന്ത്രി എൻ്റെ ശത്രുവായിപ്പോയി. ഈ 40 ദിവസത്തിനിടയിൽ അച്ഛനമ്മ ആരോഗ്യവകുപ്പിലെ ജോലിക്കാർ ഇവരെ പല ട്രാൻസ്ഫർ ചെയ്തു, അച്ഛനെ ഡിമോട്ട് ചെയ്തു, ഒരുപാട് ഉപദ്രവിച്ചു. പക്ഷേ സമരം തീർന്ന് സമരം ജയിച്ചു. പക്ഷേ എൻ്റെ അച്ഛനമ്മ വീട്ടിൽ ലീവ് എടുത്ത് നിൽക്കുക. അടുത്ത ഗവൺമെൻറ് 2-2.5 വർഷം അവർ ലീവിൽ നിൽക്കേണ്ടി വന്നു. പുതിയ ഗവൺമെൻറ് വന്നിട്ടാണ് ഇതൊക്കെ സ്ഥിരപ്പെടുത്തിയൊക്കെ. അമ്മയെ സ്ത്രീയായിട്ട് 3 പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്തു, ഒരുപാട് ഉപദ്രവിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഗവൺമെൻറ് വന്നു. പിന്നെ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായപ്പോൾ വീണ്ടും ഇതേ മന്ത്രി ആരോഗ്യമന്ത്രിയായിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിക്കാൻ നോക്കി. ഒരുപാട് ഉപദ്രവിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒരു അഡീഷണൽ ഡയറക്ടർ, പേര് പറയുന്നില്ല, അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് നീ ഇവിടെ ഒന്നും ചെയ്യരുത്, ഒരു ഫയലും ഒപ്പിടരുത്, വെറുതെ ഇവിടെ നിന്ന് ജോലി ചെയ്താൽ മതി. എനിക്കാണ് സ്റ്റേറ്റിൻ്റെ എപ്പിഡമിയോളജിസ്റ്റായിട്ടാണ് ജോലി കിട്ടിയത്. ഒരുപാട് സാധ്യതയുള്ള ജോലിയാണ്. ആ സ്ഥാപനം ഞാൻ ചെല്ലുമ്പോൾ പട്ടി പ്രസവിച്ച് കിടക്കുകയാണ്. ഞാനവിടെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഞാനാണ് വാങ്ങിപ്പിക്കുന്നത്. അവിടെ കമ്പ്യൂട്ടർ വാങ്ങിക്കാനൊക്കെ ചെന്ന് നീ എൻ്റെ പേരിൽ കേസ് കൊടുങ്ങും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞു നിന്നെ സസ്പെൻഡ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് ചാടിപ്പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വെറുതെ കേസിൽ കൊടുങ്ങും. അപ്പോഴാണ് എനിക്ക് മാസ്റ്റർ പബ്ലിക് ഡിഗ്രി ഉണ്ടായിരുന്നു, പാസ്സായിട്ട് 1 വർഷം പോലും ആയിട്ട്. അപ്പോൾ ലോകാരോഗ്യ സംഘടനയിൽ ക്ഷയരോഗരംഗത്ത് ഇന്ത്യയിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തു, അങ്ങനെ പോവുകയായിരുന്നു, കിട്ടിപ്പോവുകയായിരുന്നു. എന്നിട്ട് പോയിട്ട് ഉപദ്രവിച്ചു. പോയിട്ട് ഇവിടുന്ന് അപ്പോൾ ഗവൺമെൻറ് ജോലി ഉള്ളതുകൊണ്ട് ഞാൻ ഡെപ്യൂട്ടേഷനിൽ പോയി. പിന്നെ ഞാൻ ജോലി രാജിവെച്ചു. പക്ഷേ WHO ഇവിടുന്ന് കത്തെഴുതി അയച്ചു. അത് അടുത്ത മന്ത്രിസഭ വീണ്ടും മാറി മന്ത്രിസഭ വന്നപ്പോഴത്തേക്ക് അതൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട്. എന്നെ അതിൽ നിന്ന് പിരിച്ചുവിടണം, സർക്കാർ ഉദ്യോഗസ്ഥനായി ഇയാൾ അനധികൃതമായിട്ട് WHO ജോലി ചെയ്യാണെന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ ഒരുപാട് തർക്കവും മനോരമയിലെ വലിയ വാർത്തകളാണ്, ടെലിവിഷനിലുമൊക്കെ. പിന്നെ അതിനകത്ത് ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ സർക്കാർ വിട്ടുപോയിട്ട് തന്നെ ഉപദ്രവിക്കാൻ. സർക്കാർ ഉപദ്രവിച്ചില്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ പറ്റുമായിരുന്ന. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ആരോഗ്യം ചിലപ്പോൾ വലിയ സീനിയർ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഡയറക്ടർമാർ, അഡീഷണൽ ഡയറക്ടർമാരുമായി. ഞാൻ 90 പാസ്സായിട്ട് പ്രൈവറ്റ് ആസ് ജോലി ചെയ്യാതെ 96 വരെ കാത്തു നിന്നിട്ടാണ് PSC ജോലി നേടിയത്. 6 വർഷം കൊണ്ടാണ് PSC സെലക്ഷൻ വന്നത്. അത് കാത്തു നിന്ന് സർക്കാർ അസിസ്റ്റൻറ്റ് സർജനായി കയറി ഞാൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇതൊന്നുമല്ല, ഇനിയും പറയാത്ത കഥയുണ്ട്. ഞാൻ രാജിവെച്ചു, എന്നെ പുറത്താക്കി എന്ന് പല ന്യൂസും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഇലക്ഷൻ സ്ഥാനാർത്ഥിയായപ്പോൾ എന്നോട് ഇഷ്ടമുള്ള എന്നെ ഇടതു മുന്നണിയായിട്ട് ബന്ധമുള്ള ഡോക്ടർമാർ ചിലരൊക്കെ രാജിവെച്ചു. 10-15 രാജിവെച്ചതല്ലേ അല്ലെ എന്നെ പുറത്താക്കുന്നത്. ഈ സംശയം തോന്നി ഞാൻ ആരോഗ്യ ഡയറക്ടറോട് നോക്കിയപ്പോൾ ഞാൻ സർവീസിലുണ്ട്. എന്നിട്ട് അതെന്നെ സർവീസിൽ നിന്ന് പിരിയാൻ അനുവദിച്ചില്ല. ആരോഗ്യ ഡയറക്ടർ വലിയ റിസ്ക് എടുത്താണ് എന്നെ പുറത്താക്കി തന്നത്. കാരണം ഞാൻ 1 വർഷം താഴെ വർക്ക് ചെയ്തിട്ട് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്തതുകൊണ്ട് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ പുറത്താക്കി. മന്ത്രി ഓഫീസർ ഭയങ്കര ഇടപെടലായിരുന്നു, ഫയലുമായിട്ട് വരണമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല, എനിക്ക് സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല. സ്ഥാനം ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇത് പുറത്തു വന്നെങ്കിൽ എനിക്ക് പെട്ടെന്നൊരു സ്ഥാനാർത്ഥിയോടെ കണ്ടുപിടിക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ മറു സൈഡിൽ ആയിപ്പോയി കഴിഞ്ഞാൽ വലിയ പാടാണ് സർവേ ചെയ്യാനായിട്ട്. അല്ലേ നമ്മൾ സാഷ്ടാംഗം നമസ്കരിച്ച് മാപ്പ് പറഞ്ഞിരിക്കുക. എന്നെ കൊണ്ട് പറ്റുകയില്ല. അത് എൻ്റെ കൂടെ എല്ലാവർക്കും അറിയാം. എന്നെ ഉപദ്രവിച്ചുകൊണ്ട് മാത്രമാണ്. അമ്മയച്ഛനെ ഉപദ്രവിച്ചു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ. ഞാൻ നാഷണൽ സർജൻ ആയിരുന്നപ്പോഴത്തേക്ക് എന്നെ ഉപദ്രവിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് WHO കിട്ടിയപ്പോൾ മിസ്റ്റർ രാജീവ് സാവന്താണ് അന്ന് അഡീഷണൽ സെക്രട്ടറി. അദ്ദേഹം ഇടപെട്ടുകൊണ്ട് എനിക്ക് WHO പോകാൻ പറ്റിയത്. ഇത് രക്ഷപ്പെട്ട് വന്ന് നോക്കിയപ്പോഴത്തെ മന്ത്രി പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകും. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിപ്പോയി, രാജിവെക്കാൻ പോലും അനുവദിച്ചില്ല. അപ്പോൾ ഈ രാജീവ് സാവന്ത് സാർ എന്ന് പറഞ്ഞ വരികയുണ്ട്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു, സാറേ ഇയാൾ ഇവിടെ നിന്നാൽ പ്രശ്നമാണ്, അയാൾ പോട്ട് നമുക്ക് ശല്യം കുറയും.
ഞാൻ നേതാവും കൂടെ IMA സെക്രട്ടറിയൊക്കെ. അങ്ങനത്തെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. ഇത്രയും നാളത്തെ ലോകരാജ്യങ്ങളിലെ പൊതുജനാരോഗ്യത്തെ പറ്റി അറിയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്തു. നന്ദി. താങ്ക് യു.